ബിഗ് ബോസ് മലയാളം 6-ൽ ഇത്രയും വെറുക്കപ്പെട്ട രണ്ട് മത്സരാർത്ഥികൾ ഇല്ലെന്ന് തന്നെ പറയണം. ഒന്ന് ഗബ്രിയും ജാസ്മിനും. നല്ല മത്സരാർത്ഥിയൊക്കെ ആണ്, പക്ഷേ അവിടെ കാണിച്ചു കൂട്ടിയത് ഇപ്പോഴും ഇൻ്റർവ്യൂകൾ വന്നിരുന്ന് തള്ളിമറിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഗബ്രി. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ കപ്പടിക്കാൻ യോഗ്യത ഉണ്ട്, ജാസ്മിൻ തന്നെ കപ്പടിക്കും എന്നൊക്കെ അടിച്ചു വിടയാണ്. പിന്നെ വേറൊരു കാര്യം കണ്ടതിൽ എനിക്ക് തോന്നിയത് ഇത്രയും വലിയ മണ്ടൻ ലോകത്തില്ല. കാരണം പറയുന്നതെന്ന് വെച്ചാൽ ഗബ്രി പറയുന്നത് എനിക്കും ജാസ്മിനും ഇടയിലുള്ള സംഭവം എന്താണെന്ന് ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ അവിടെയുള്ള മത്സരാർത്ഥികളോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. മോനെ ഗബ്രി, ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഗബ്രി പുറത്തിരിക്കുന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഇന്റർവ്യൂകളിൽ വന്നിരുന്ന് തള്ളാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച്, ജനങ്ങൾക്ക് ഗബ്രി ജാസ്മിൻ എന്താണ് കാണിച്ചു കൊടുത്തത്? അവിടെ കെട്ടിപ്പിടുത്തവും ഉമ്മ വയ്പ്പും അല്ലാതെ വേറെ പലതുമാണ് അവിടെ കാണിച്ചു കൊടുത്തത്. ഗബ്രി ഇൻഡിവിജ്വലായിട്ട് ഗെയിം വല്ലതും കളിച്ച് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ സമ്മതിച്ചു. പക്ഷേ ജാസ്മിനും ഗബ്രിയും എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്നൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ ലേശം ഉളുപ്പ് എന്തെങ്കിലും വേണം. ഈ ഒരു ഇറിറ്റേഷൻ രീതിയിലുള്ള സംസാരവും തൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും അത് ന്യായീകരിക്കാൻ നോക്കുന്ന പ്രവണതയുമാണ് ഗബ്രി ഇന്ന് പുറത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇത്രയും ദിവസം പവർ ടീമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഗബ്രി ഔട്ടാവാത്തത്. അതിൻ്റെ ഏക ഉദാഹരണം കാര്യം ആദ്യമായി നോമിനേഷനിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഔട്ടായി കളഞ്ഞു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ജനം എത്രത്തോളമാണ് ഈ ഗബ്രിയെ വെറുക്കുന്നതെന്ന്. എന്നിട്ടും പറയുന്നു ജനത്തിന് കാണിച്ചു കൊടുത്തു, ജനത്തിനെല്ലാം മനസ്സിലായി. എന്തൊക്കെയാണ്